ഈ വെളുപ്പിന് 4:00 എണീക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. ഇനി അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ മൈ ഡേ വിൽ ബി ലൈക്ക് ദിസ്. ഇന്ന് ധനുമാസത്തിലെ പുണർത്തം, എൻ്റെ പിറന്നാളാണ്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പിറന്നാൾ നേരത്തെ അറിയണതും ആഘോഷിക്കാനും തീരുമാനിക്കണതും. വീട്ടിലായിരുന്നെങ്കിൽ അമ്മ എന്ന പായസമൊക്കെ വെച്ച് തന്നേനെ. അതിപ്പോൾ നടക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ഇത്തവണ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എൻ്റെ പ്ലാനിൽ അമ്പലം വിസിറ്റ് ഉൾപ്പെടുത്തിയെങ്കിലും ഈ രാവിലെ എണീറ്റ് പോവാന്ന് പറയുന്നത് എന്നെക്കൊണ്ട് നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. കാര്യം വേറൊന്നുമല്ല, അലാമൊക്കെ വെച്ച് വേണമെങ്കിൽ രാവിലെ നേരത്തെ എണീക്കാം. പക്ഷെ അത് കഴിഞ്ഞ് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് പോവണ്ടേ. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എനിക്ക് തന്നെ ബോധോദയം വന്നിട്ട് അമ്പലത്തിലൊക്കെ പോകണമെന്ന് തോന്നുന്നത്. അത് ഞാനായിട്ട് മുടക്കണ്ടാന്ന്. അങ്ങനെ തലേദിവസം രാത്രി തന്നെ ഞാൻ സാരിയൊക്കെ പ്ലീറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. തീരെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അന്നൊക്കെ ഏത് കാര്യത്തിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ പ്രാർത്ഥനയാണ്, അമ്പലത്തിൽ പോക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിൽ കുറേ അധികം മാറ്റങ്ങൾ അങ്ങോട്ട് സംഭവിച്ചു. ഇപ്പോൾ വന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ സമാധാനം കിട്ടുക എന്നുള്ളതാണ്. ഇന്നും അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ പോകുന്നത്. ഇനി അഥവാ നല്ല തിരക്കാണെങ്കിൽ ഞാൻ പോയതുപോലെ അടുത്ത വണ്ടിക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ സമയം വൈകിക്കാണ് ഞാൻ വേഗം റെഡിയായി ഊബറൊക്കെ പിടിച്ച് നേരെ അമ്പലത്തിലേക്ക് വിട്ടു. ആദ്യം ഞാൻ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അതും ഇത്ര നേരത്തെ ആയതുകൊണ്ടും തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ ശബരിമല സീസൺ ആയതുകൊണ്ട് അകത്ത് ദർശനത്തിന് വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ തിരക്കും തള്ളലും ഒന്നും ഇല്ലാണ്ട് അമ്പലത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ചേരം ഇരിക്കുന്നത് ഒരു പ്രത്യേകതര സമാധാനമാണ്. പിന്നെ എൻ്റെ പ്രതീക്ഷ അവിടെ നിന്ന് പാൽപ്പായസം കിട്ടുന്നുള്ളതായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറയുക 9:30 പായസം കിട്ടാൻ. അങ്ങനെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങയൊക്കെ ഉടച്ചു. സാധാരണ ഞാൻ എറിയുന്ന തേങ്ങയ്ക്ക് എന്താ അറിയില്ല, ഉടയാനൊരിത്തിരി പാടാം. പക്ഷെ ഇത്തവണ തേങ്ങ നല്ല സൂപ്പറായിട്ട് ഉടഞ്ഞു. പിന്നെ അവിടുന്ന് ചന്ദനവും കിട്ടി. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമൊക്കെ. അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് ആറ്റുകാല. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ടാണോ അത് ഈ സമയത്തിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതും പട്ടും മാലയൊക്കെ ചാർത്തുന്നതൊക്കെ ആയിരുന്നു. ഭയങ്കര ഡിവൈനായിട്ട് ഫീൽ ചെയ്തു. വെടിവഴിപാടൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ആരെങ്കിലും ആറ്റുകാലൊക്കെ പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകാറുണ്ട്. എന്നാൽ ഇത്തവണ ആ പേടിനൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ലൈഫ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളായാലേ നമുക്കൊക്കെ വരണേ. 2024 ബിഗിനിങ്ങിലുള്ള ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല. ഇൻട്രസ്റ്റ് കാണിച്ചാൽ തന്നെ എനിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒട്ടും ചെയ്യില്ല എന്നല്ല കേട്ടോ, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ എപ്പോഴും ഞാൻ ആരുടെയെങ്കിലുമൊക്കെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ലൈഫിൽ നമ്മൾ എപ്പോഴും ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു മാറ്റത്തിന് പറ്റിയ ദിവസമാണ് ഇന്നെന്നും അത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നും എനിക്ക് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. See you all in the next video. Bye.